നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ കുടുംബത്തിലുള്ള 5 പേരുടെ അസ്ഥികൂടം കണ്ടെത്തി നാട്ടുകാർ. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണ് ഒരു വീടിനുള്ളിൽ നിന്ന് 5 പേരുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. മരണപ്പെട്ട 5 പേരെയും അവസാനമായി കണ്ടത് 2019 ജൂലൈയിലാണെന്നും അതിനുശേഷം അവരുടെ വീട് പൂട്ടിയിരിക്കുകയായിരുന്നുവെന്നുമാണ് വിവരങ്ങൾ. തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണ് കുടുംബം നയിച്ചിരുന്നതെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇവർ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയായിരുന്നുവെന്നും മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പോലീസിനോട് വ്യക്തമാക്കി. ഏകദേശം 2 മാസം മുമ്പാണ് ഈ വീട് സംബന്ധിച്ച് അസ്വാഭാവികത നാട്ടുകാരുടെ ശ്രദ്ധയിൽ എത്തുന്നത്. പ്രഭാത സവാരിക്കിടെ വീട്ടിലെ പ്രധാന തടിവാതിൽ തകർന്നതായി പലരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അത് സ്വാഭാവികമാണെന്ന് കരുതി അവർ പോലീസിൽ അറിയിച്ചില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ ഒന്നിലധികം തവണ അജ്ഞാതർ അതിക്രമിച്ച് കയറിയതായി മനസ്സിലാകുകയായിരുന്നു. വീട് കൊള്ളയടിക്കപ്പെട്ടതായും കണ്ടെത്തി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഒരു മുറിയിൽ നിന്ന് 4 അസ്ഥികൂടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. 2 അസ്ഥികൂടങ്ങൾ കട്ടിലിൽ കിടക്കുന്ന രീതിയിലും 2 എണ്ണം തറയിൽ കിടക്കുന്ന രീതിയിലുമായിരുന്നു കണ്ടത്. മറ്റൊരു മുറിയിൽ നിന്ന് മറ്റൊരു അസ്ഥികൂടവും കണ്ടെത്തി. വീട്ടിനുള്ളിൽ നിന്നും അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് തെളിവെടുപ്പിനായി ദേവൻഗരയിൽ നിന്നുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറി ടീം സ്ഥലത്തെത്തി പരിശോധനകൾ തുടങ്ങി. സീൻ ഓഫ് ക്രൈം ഓഫീസർമാരെ വിളിച്ചു വരുത്തി വീടിന് ചുറ്റും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പരിചയക്കാർ, ബന്ധുക്കൾ എന്നിവരുടെ മൊഴികൾ പോലീസ് ശേഖരിച്ചു. ബന്ധുക്കൾ നൽകിയ കുടുംബചരിത്രത്തിന്റെയും മറ്റു മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ മുതിർന്ന ദമ്പതിമാരുടെയും അവരുടെ പ്രായമായ മകന്റെയും മകളുടെയും ചെറുമകന്റെയുമാണെന്ന് സംശയിക്കുന്നു. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ മരിച്ചവരുടെ പേര് വിവരം സ്ഥിരീകരിക്കൂവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. 2018 നടന്ന ഡൽഹിയിലെ ബുരാരി മരണക്കേസ് അനുസ്മരിക്കും വിധമാണ് ഭീതിപ്പെടുത്തുന്ന ഈ റിപ്പോർട്ട്. ജൂലൈ 1 രാവിലെ ഒരു കുടുംബത്തിലെ 11 പേർ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത കേട്ടാണ് രാജ്യം ഉണർന്നത്. ദില്ലിക്ക് സമീപമുള്ള ബുരാരിയിലെ ഭാട്ടിയ കുടുംബത്തിലെ അംഗങ്ങളാണ് ജീവൻ വെടിഞ്ഞത്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. അതിന് പിന്നാലെ ഒരുപാട് ചർച്ചകൾ, വിവാദങ്ങൾ, അന്വേഷണങ്ങളൊക്കെ നടന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതൊരു കൊലപാതകമല്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. പക്ഷെ ഒരു തുണ്ട് കയറിൽ ജീവിതം തീർക്കാൻ ഒരു കുടുംബത്തിലെ 11 പേരെയും തോന്നിപ്പിച്ച വികാരം ഇന്നും അജ്ഞാതമാണ്. വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടന്ന് അടിതെറ്റിയ ഒരു കുടുംബത്തിന്റെ കഥയായിരുന്നു അത്. 75 വയസ്സുകാരി നാരായണി ഭാട്ടിയ, അവരുടെ മക്കളായ ലളിത്, ഭൂപി, പ്രതിഭ, മരുമക്കളായ സവിത, ടിന, കൊച്ചുമക്കളായ പ്രിയങ്ക, സ്വിത, നീതു, മീനു, ധീരു എന്നിവരാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ വളർത്തുനായെ മുകളിലത്തെ നിലയിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ഈ ബഹളങ്ങൾ നടക്കുമ്പോഴെല്ലാം അത് കുരച്ചില്ലെന്നത് ദുരൂഹത വർദ്ധിപ്പിച്ചു. നാരായണിയുടെ ഇളയ മകനായ ലളിത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ പിതാവിനോട് സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് അവിടെ നിന്ന് കണ്ടെത്തിയ ഡയറി കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വേറെയും ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങൾ ഡയറിയിൽ അടങ്ങിയിരുന്നു. മരിക്കുന്നതിന് മുൻപുള്ള 11 വർഷങ്ങൾ അവർ ഈ ഡയറി കുറിപ്പുകളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. മരിച്ചുപോയ അച്ഛൻ ലളിതിനോട് സ്വപ്നത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഡയറി കുറിപ്പിൽ നിർദ്ദേശങ്ങളായി മാറിയിരുന്നതെന്ന് കരുതുന്നു. 11 ഡയറികളും നോട്ട്ബുക്കുകളുമാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ കുടുംബാംഗങ്ങൾ എന്തു ചെയ്യണമെന്നും ചെയ്യരുതെന്നും ആ ഡയറി കുറിപ്പുകൾ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിന് ആ വാക്കുകൾ നിയമങ്ങളായി മാറി. അതിനെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടില്ല. ലളിതിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അച്ഛൻ കുടുംബത്തിലെ 11 പേരും ചെയ്യേണ്ട കടമകളും ദൈനംദിന കർത്തവ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണിതെന്നും ഡയറിയിൽ പറഞ്ഞിരുന്നു. അത് പാലിക്കാത്ത പക്ഷം കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അതിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മരിച്ചുപോയ അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് കരുതുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.